ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ, നമ്മുടെ തുമ്പമ്മയുടെ എഴുത്തുന്ന വീഡിയോ ആണ് ഇട്ടത്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി അധികം ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം സത്യം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും പിന്നെ ഒരു മരണവും ഒക്കെ കൂടെ ആയിട്ട് നമുക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്തിടാനൊന്നും. അപ്പോൾ ഇന്ന് അങ്ങോട്ട് വിചാരിച്ചു. ആദ്യം വിചാരിച്ചത് ഇടണോ വേണ്ടോ എന്ന്, കാരണം ഇത്രയും ലാഗ് വന്നില്ലേ. പക്ഷേ ഞാനിപ്പോൾ തുമ്പിയുടെ ആണെങ്കിലും അല്ലുട്ടൻ്റെ ആണെങ്കിലും എന്തെങ്കിലും മൈൽ സ്റ്റോൺസ് ആണെങ്കിലും അവരുടെ ഫംഗ്ഷൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും കാണണമെന്ന് തോന്നുമ്പോൾ എടുത്ത് നോക്കാൻ നമ്മളെ യൂട്യൂബിലുണ്ട് അല്ലേ. അപ്പോൾ ഇതായിട്ട് നമ്മൾ മിസ് ചെയ്യരുതല്ലേ, കുറേ കഴിയുമ്പോൾ തുമ്പിക്ക് എടുത്ത് നോക്കാനുള്ളതല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ റെഡി ആവാണ്. അല്ലുട്ടനും തുമ്പി നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെണീക്കുമ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ആവുമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്ന് 2 സ്ഥലത്തു നിന്നാണ് തുമ്പമ്മയ്ക്ക് നമ്മൾ എഴുത്തിനിരുത്തുന്നത്. ഒന്ന് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള അമ്പലം, അതായത് എൻ്റെ മൈശാട്ടിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിനൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇവിടുത്തത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മലയാള മനോരമയിലേക്കാണ് പോണത്. സത്യം പറഞ്ഞാൽ അവിടുത്തെ സെറ്റപ്പ് എന്താ, സംഭവം എന്താ, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ന്യൂസിലൊക്കെ നമ്മൾ മുമ്പേ ഇതായിട്ട്, പക്ഷെ നല്ല മുമ്പ് ഇങ്ങനെ അറിയുന്ന ആൾക്കാരും അവിടെ പോയിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പാച്ചേച്ചനാണ് നമ്മളോട് പറഞ്ഞത് മലയാള മനോരമയെന്ന് എഴുതിക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അവിടേക്ക് കൂടെ പോണത്. പക്ഷേ എന്നാലും ഞാൻ ക്യൂരിയസ് ആയിരുന്നു അവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് കേട്ടോ. അല്ലുട്ടൻ്റെ എഴുത്തിനിരുത്തതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു തരി പോലും അതിൽ സങ്കടമില്ല. അതെന്താണെന്നല്ലേ, അന്ന് മോനെ എഴുത്തിനിരുത്തുന്ന സമയത്ത് ഞാൻ കുറേ പറഞ്ഞിരുന്നു, തുമ്പിമോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എഴുത്തിനിരുത്തിയാൽ മതിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. കാരണം 3 വയസ്സിന് മുന്നേ മതി എന്നല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനേനു നിർബന്ധം, ഇവിടുന്ന് എഴുതിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഞാനൊഴികെ ബാക്കി എല്ലാവരും ഓൻ്റെ എഴുത്തിനിരുത്തലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഓനെ ഞങ്ങൾ തറവാട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാണ് എഴുതിച്ചത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അന്ന് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു ഇതിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛനോ അവൻ്റെ എഴുത്തിനിരുത്തുന്നതിന് കൂടാൻ പറ്റൂലായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് എന്താ പറയുക, അത് ആലോചിക്കുമ്പോൾ അന്ന് എഴുതിച്ച് എത്രയോ നന്നായി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുട്ടിയിടുക നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് അധികം മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. കാരണം രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിലെത്തണം. നമ്പൂതിരി എൻ്റെ ഇടയ്ക്ക് പോവും. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. എന്നിട്ടും നമ്മൾ ലേറ്റായി നമ്മളാരെ മക്കൾ. അങ്ങനെ അല്ലുട്ടനും തുമ്പമ്മനെ എണീക്കാനുള്ള ആ ഒരു വലിയ യജ്ഞം അത് ഞാൻ വൈശാട്ടിന് കൊടുത്തിരിക്കുകയാണ്. വൈശാട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടുണ്ട്. ഇത് മീൻ പൊരിക്കാട്ട പോലെ മറിച്ചിടുന്ന പോലെ കളിക്കുക, അത് കുട്ടികളെ എണീപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എണീപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക് ക്യാമറ നോക്ക്, പോട്ടെ കുളിക്കട്ടെ പറയും. ഈ വീഡിയോ ആ മനുഷ്യൻ എപ്പോൾ എടുത്ത് എനിക്കറിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ അതാ അല്ലുട്ടനെ ഞാൻ ആദ്യം കുളിപ്പിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓൻ ആടെ അടങ്ങിയിരുന്നോളൂ. ഓൻ അല്ലെങ്കിലും എവിടെയും പോകാണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓന് നല്ല തുമ്പിയാണെങ്കിൽ വേഗം ഡ്രസ്സ് ഇടണം, വേഗം റെഡി ആവണം. നമ്മളെ പിന്നെ ഒന്നും ഒരു ചെയ്യാൻ സമ്മതിക്കില്ല. അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ആദ്യമേ ഞാൻ കയറി റെഡിയായത്. ഇനിയിപ്പോൾ ഇവരെ 2 പേരെയും ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം അമ്പലത്തിൽ പോകണം കേട്ടോ. ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്തിടാം എന്നായിരുന്നു ആദ്യം എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ സ്വഭാവമൊക്കെ. പെട്ടെന്ന് അങ്ങോട്ട് മാറും. ഏട്ടൻ പറയും നിന്ന നിപ്പിൽ കാല് മാറുന്നു എന്നെ പറ്റി പറയണേ. അപ്പോൾ ധാവണിയാണ് താഴെ ഭാഗം കാണിക്കത്തന്നെ തുണി പൊക്കി കാണിക്കുന്നു. ഓക്കെ, ഈ ധാവണി വെസ്റ്റഡോ ഡിസൈൻസ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് കൊളാബ് വന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് ഇതല്ലായിരുന്നു, വേറെ ആയിരുന്നു. പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് ഈ ബ്ലൗസ് എടുത്തിട്ട് ഇനി അടുത്ത് നമ്മൾ തുമ്പമ്മേനെ റെഡിയാക്കാൻ പോവാണ് ഗൈസ്. അവളുടെ മുടി കെട്ടി കൊടുക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മളത് ഡ്രൈ ആക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് ഞാൻ ഹീറ്റ് അല്ല കൊടുക്കാറ് കേട്ടോ. കൂടുതൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാറാണ്. കാരണം കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അവർക്കത് പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്താകുമോ എന്തോ. കാരണം തുമ്പി ഇവിടെ നിന്നൊക്കെ വലിയ വർത്താനാണ്. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അത് ചെയ്യും, ഒക്കെ കറക്റ്റാട്ടോ. പക്ഷെ പുറത്ത് അറിയാത്തൊരാൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ എന്താണ് ഓളെ പ്രതികരണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇന്ന് പറയുന്നൊക്കെ പറയുമോ, അത് പറയുമോ ഇല്ല എന്നുള്ളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, മക്കളല്ലേ. എന്നാലും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഓൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഇടുന്നതുണ്ടല്ലോ, ഒരു പേജിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളൊരു ഉടുപ്പാണ് തുമ്പമ്മയ്ക്ക്. വജ്ര ഡിസൈൻസ് എന്നാണ് ആ പേജിൻ്റെ പേര് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ഉടുപ്പായിരുന്നു കേട്ടോ. എനിക്കല്ലെങ്കിലും പെൺകുട്ടികളെ ഇങ്ങനെ അധികം ഇറക്കമില്ലാത്ത ഉടുപ്പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർ കാണാം ചെറിയ ഉടുപ്പിടിച്ച് അതിന് പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അയ്യോ എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല കേട്ടോ. കുട്ടികൾ എന്തോ ഒരു കോലത്ത് കൊണ്ടെടുക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ കുട്ടി ഉടുപ്പുകളൊക്കെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും അത് ഇടാൻ പറ്റും. അതിന് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓൾ ഇടായിരിക്കട്ടെ. ഇവളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെയൊക്കെ വന്നിട്ട് ബിക്കിനി കിട്ടിട്ട് വരുമോ ദൈവത്തിനറിയാം. ട്രെയിൻ എടുക്കാൻ നേരത്ത് ഫ്ലാഗ് കാണിക്കുന്ന പോലെ എൻ്റെ കുട്ടി കാണിക്കണമെന്നല്ല കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഷോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഫ്രോക്ക് വന്നിട്ടുള്ളത്. വജ്ര ഡിസൈൻസ് അയച്ചതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഇറക്കമുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകമായിരുന്നു. തുമ്പമ്മയ്ക്ക് ഷോൾഡർ ഭയങ്കര കുറവാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ കുറ്റം പറയാനില്ല. കാരണം എനിക്കും അങ്ങനെ തന്നെയാണ്. ഷോൾഡറിൻ്റെ വീതി കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഡ്രസ്സും ഒന്നും അങ്ങനെ ഞങ്ങൾ സെറ്റ് ആവത്തില്ല. പക്ഷേ ഇതൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്.
ഈ ഡ്രസ്സിലുള്ള എഴുത്തിനിരുത്തുന്ന വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ യൂട്യൂബിലാണെങ്കിലും കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി റെഡ് പട്ടുപാട് എന്തോ സെറ്റായില്ലേന്ന്. അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വല്ലാത്തൊരു സന്തോഷം കേട്ടോ. കാരണം എന്താ പറയുക, ഞാനത് തയ്പ്പിക്കാൻ പോകേണ്ടത് മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉഷമ്മേൻ്റെ സാരി കൊണ്ട്. അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ കണ്ടപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഇതാ നമ്മൾ തുമ്പമ്മേനെ ഉടുപ്പൊക്കെ ഇടിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. വള പിന്നെ ഞങ്ങൾക്ക് മെയിനാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇട്ടൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വലിച്ചൊരേറാണ്. പിന്നെ എവിടെ നിന്നൊക്കെ അത് പെറുക്കി കൊണ്ടുവരണമെന്ന് അറിയില്ല. ഇപ്പം ഞാൻ നിർബന്ധമായിട്ടും പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഇത് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ നമ്മൾ ബോക്സിലിട്ട് വെക്കണം എന്നൊക്കെ കേട്ടോ. ഇപ്പം നാളെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ പോയിട്ട് കുറേ വളകളൊക്കെ വാങ്ങിയില്ലേ, അതിലൊരു സെറ്റാണ് ഇത്. തുമ്പമ്മ പിന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ എത്രയോ നിന്നോളൂ കേട്ടോ. പക്ഷേ ഞാൻ ഓളെ മുഖത്ത് അധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ക്രീമൊക്കെ വല്ലപ്പോഴും ഞാൻ ഇടാറുള്ളൂ. അങ്ങനെ എപ്പോഴൊന്നും ക്രീമൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. കഴിയുന്നതും പൗഡറോ ക്രീമോ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും അങ്ങനത്തെ എന്താ പറയുക, കുറച്ച് ഡ്രൈ ആവും, വെയിലൊക്കെ കൊള്ളും എന്നൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ ഓവർ ക്രീമിൽ കുളിപ്പിച്ച് 2 പേരും നടത്തിയിട്ടില്ല. എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടി ചെറിയ ഏറ്റങ്ങളാകുമ്പോൾ തന്നെ എന്തൊക്കെ ക്രീമാണ് യൂസ് ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു ക്രീമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. എണ്ണ ഇട്ട് നന്നായി കുളിപ്പിക്കുമായിരുന്നു. പിന്നെ ചൂടുകാലത്തൊക്കെ ആകുമ്പോൾ ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാറില്ല, കാരണം ചൂടൂരൊക്കെ പൊതുന്നതുകൊണ്ട്. ഇനി ഏറ്റവും വലിയൊരു യുദ്ധം എന്താ പറയുക, മുടി കെട്ടല. പക്ഷെ അവർക്ക് വെച്ച് തരും, പക്ഷേ ഒരു അറ്റൻഷൻ മര്യാദയ്ക്ക് ഇരുന്നിരുത്തില്ല. ഇങ്ങനെ ഞാൻ പിടിച്ചൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കായിരിക്കും ഒരു വഴിക്ക് ഓള് പോകും. അപ്പോൾ മുടി വേറെ വഴിക്ക് പോകും. ഇപ്പോൾ ഒന്നാമത് വെട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയത് നൈസായിട്ടൊരു വാളിയുണ്ട്. അതുകൊണ്ട് തന്നെ മുടി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് എത്തൂല. അങ്ങനെയാണ്. ഇപ്പം മൊത്തത്തിലൊന്ന് കുറച്ചൊന്ന് നീട്ടിയിട്ട് നന്നായി ഒന്ന് വെട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാത്തത്. നാളെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുവിടുമെന്ന്. ഫ്രണ്ടിൽ മാത്രം കട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പരിപാടി എൻ്റെ കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല, കണ്ണെഴുതണത്. കണ്ണെഴുതിയിട്ട് കാണാൻ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ കണ്ണെഴുതാൻ അങ്ങോട്ട് വെച്ചുതരാൻ വലിയ മനസ്സൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് നിർബന്ധിക്കുന്നതുകൊണ്ട് വെച്ചിരുന്നേ ഉള്ളൂ. ഞാൻ കണ്ണെഴുതുകയാണ്, നന്നായി കറുപ്പിച്ച് കണ്ണെഴുതും. സാധാരണ നമ്മൾ പറയാം പെൺകുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരുക്കലായിരിക്കുന്നല്ലേ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുക്കിയത് എൻ്റെ മോനെയാണ് കേട്ടോ. കാരണം അല്ലോട്ടം നന്നായി വെച്ചുതരികയും ചെയ്യുന്നു, തുമ്പിയും വെച്ചൊരുക്കെ ചെയ്യും. എന്നാലും എനിക്ക് അപ്പോൾ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഈ വെച്ചാൽ ആദ്യമായിട്ട് നമ്മളെ കയ്യിലേക്ക് ഒരു ശാന്തത്തിന് സ്വന്തമായിട്ട് കിട്ടുകയാണല്ലോ. ഏത് അല്ലെങ്കിൽ നമ്മൾ കണ്ടവൻ്റെ മക്കളെടുത്തിട്ടല്ലേ ഈ കസർത്തൊക്കെ കാണിക്കല്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയാൻ കിട്ടിയത് എൻ്റെ അല്ലുട്ടനെയാണ്. അപ്പം ഞാൻ അല്ലുട്ടൻ്റെ മുഖത്ത് എൻ്റെ പഴയ വീഡിയോ കണ്ടവരൊക്കെ ഓർമ്മ ഉണ്ടാവും ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഇല്ലേ? ചില സമയത്ത് കത്തിവേഷത്തിലൊക്കെ എൻ്റെ കുട്ടീനെ കൊണ്ടുവന്നത്. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ എൻ്റെ ദൈവമേ, പാവൻ്റെ ചെക്കൻ വലുതാ പിന്നെ എടുത്തിട്ട് അടിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിക്കട്ടെ. അത്രയ്ക്കും വോലൊക്കെ ഇട്ട് കണ്ണെഴുതി വലിയ ദിഗംബരം കൂട്ടാക്കിയൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ തുമ്പീനെ ഞാൻ അധികം അങ്ങനെ കണ്ണെഴുതിയിട്ട് അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരെയാണ് കൂടുതൽ അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മുടിയൊക്കെ കെട്ടി ചുന്ദരിയാക്കിയിട്ടുണ്ട്. എനിക്കില്ലേ ഇങ്ങനെ കൂട്ടി കെട്ടുന്നതും, പക്ഷെ മുടി അധികം ഉണങ്ങാത്തതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു വിധത്തിലൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓളെ ഞാൻ ശരിയാക്കി. ഇനിയിപ്പോൾ എൻ്റെ മുടിയാണ്, എനിക്ക് ഇതാണ് തീരെ പ്രശ്നം കേട്ടോ. പിന്നെ മുടി രാവിലെ ഞാൻ കുളിച്ചതുകൊണ്ട് തന്നെ നല്ല എണ്ണമയം ഒക്കെ ഉണ്ട്. എന്തായാലും ആട്ടെ അങ്ങോട്ട് കിടക്കട്ടെ അങ്ങോട്ട് അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാനങ്ങനെ വിചാരിക്കില്ല. എനിക്ക് തീരെ സമാധാനം ഉണ്ടല്ലോ. അയ്യോ എൻ്റെ ഹെയറാണ് എനിക്ക് തീരെ സെറ്റാവാത്തത്. ഞാൻ എപ്പോൾ ഷൂട്ടിനാണെങ്കിലും എന്താണെങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഹെയറിൽ എനിക്കൊരു കംഫർട്ട് ഒരിക്കലും കിട്ടലില്ല. പിന്നെ കഴിഞ്ഞൊരു ഷൂട്ടിൽ മാത്രമേ ഞാൻ മുടി കെട്ടിയപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു മുടി കെട്ടിയ നല്ല രസമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്കും എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ, ഒന്നും അറിയില്ല എന്നല്ലോ എന്ന്. അങ്ങനെ ഞാനിതാ നമ്മുടെ തുമ്പമ്മ എല്ലാവരുടെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മൂത്തച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങും തുമ്പി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കാല് പിടിക്കുന്ന ഇഷ്ടമില്ലെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മളത്ര നിർബന്ധിക്കണം മോളെ കാലോട്ട് നെറുവിൽ വെക്ക് എന്നൊക്കെ പറഞ്ഞാലേ അവളത് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ തൊട്ട് നെറുവിലൊക്കെ വെച്ചു. അച്ചച്ചൻ്റെ അടുത്തുനിന്നും ഇളയമേൻ്റെ അടുത്തുനിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ കുട്ടീന്ന് ആദ്യാക്ഷരം കുറിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, എന്തോ ഒരു മിക്സ്ഡ് ഇമോഷനാണ് കേട്ടോ. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അവളെ അരിയിൽ എഴുതുന്ന കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ അല്ലുട്ടിന് കിട്ടിയ കുറേ ഭാഗങ്ങളൊക്കെ കിട്ടിയില്ല എന്നാലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് പോവുകയാണ് എൻ്റെ കുട്ടി. ഇനി നമ്മൾ ഇപ്പം തന്നെ ആൾക്കാർ അമ്പലത്തിലേക്ക് പോയി തുടങ്ങിയിട്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് കാണികളൊക്കെ അവിടെ എത്തി, എന്നിട്ട് എഴുതാനുള്ള ആൾ ഇവിടെ നിൽക്കുകയാണ്. ശരിയാണ്. പിന്നെ ഇപ്പോൾ നേരം വേകാൻ പറ്റില്ല. എന്നിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തു. കാരണം ഇത് അവർക്ക് കൊളാബ് ചെയ്ത് കൊടുക്കേണ്ട ഇതല്ലേ, ഡ്രസ്സല്ലേ. അങ്ങനെ അച്ഛൻ എന്താ നിൽക്കേണ്ട സ്ഥലങ്ങളൊക്കെ നിർത്തി അച്ഛൻ തന്നെ അനുഗ്രഹം വെച്ചാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അമ്മേനെ കാത്തു നിൽക്കുന്ന യജ്ഞമാണ്. കാരണം അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ കുറേ പരിപാടികളൊക്കെ കഴിച്ച് വെച്ച് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മ റെഡി ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അമ്മ പറയും നിങ്ങൾ പൊയ്ക്കോളി. പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ അങ്ങോട്ടാണല്ലോ ഇറങ്ങുന്നത്. മാത്രമല്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിടുക്കം കൂട്ടി അമ്മ ഉണ്ടാവില്ല എഴുതുന്ന സമയത്ത്. അതുകൊണ്ട് അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഇടയ്ക്കും പ്രശ്നങ്ങൾ കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടില്ല ഗൈസ്. കല്യാണി ഹേസും ഇവിടെ ഉണ്ട്. അപ്പം അവൾ അമ്പലത്തിലേക്ക് രാവിലെ കുഞ്ഞനെ ആരെടുത്ത് കൊടുക്കും, എല്ലാവരും കൂടെ അമ്പലത്തിലേ വരില്ല. അതുകൊണ്ട് മലയാള മനോരമയ്ക്കാണ് അവൾ വരുന്നത്. അതുകൊണ്ട് അവൾ
കഴിഞ്ഞിട്ട് വന്നപ്പോഴേനും ഞാൻ തുമ്പീനെ കൊണ്ടേ കാണിച്ചു കൊടുത്തിന്. പിന്നെ അവിടുന്ന് നമ്മൾ കുറേ പിക്സ് എടുത്തു കേട്ടോ. തുമ്പമ്മയുടെ കുറേ സിംഗിൾ എടുത്തിട്ടുണ്ട്, അല്ലുട്ടനും തുമ്പമ്മയും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ അവിടെ നിന്നൊരു കുറച്ച് പ്രവർത്തനം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആരൊരാളെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, വൈശാട്ടിൻ്റെ ഈ ചെടികൾ ഇങ്ങനെ ബുഷ് പോലെ ഈ ഇലവർഗ്ഗങ്ങൾ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അതങ്ങനെ നിൽക്കണമെന്ന്. അമ്മച്ചിയാണ് എനിക്കറിയില്ല. ഒരു ഞാൻ വൈശാട്ടിനോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നേരെ ഇതാ അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, വണ്ടിക്ക് വേണേൽ പോവാം, പക്ഷേ എന്നാലും നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേരുടെ കമൻറ്റാണ്, ദൃശ്യയുടെ ഹസ്ബൻഡ് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുന്നല്ലോ, എപ്പോഴും മുണ്ടും ഷർട്ടും. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മുണ്ടും ഷർട്ടും ഇടുക എന്നുള്ളതാണ് കേട്ടോ. അതിപ്പോൾ വേറെ ഏത് ഡ്രസ്സിൻ്റെ ആയിട്ട് ഇത്രയും കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ്. അത് നാട്ടിൽ വരുമ്പോൾ എങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വന്ന് എവിടെ പോകുമ്പോഴും അത് തന്നെയായിരിക്കും. ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഏട്ടൻ ജീൻ എടുത്തിട്ടൂടെ, പക്ഷെ എന്നാലും പറ്റുന്നിടങ്ങളിലൊക്കെ ഏട്ടൻ മുണ്ടും ഷർട്ടും തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലെത്താനായി. ജസ്റ്റ് ഈ വളവും കൂടെ കഴിഞ്ഞാൽ മതി കേട്ടോ. ആരോ എന്നോട് ചോദിച്ചിരുന്നു നരസിംഹക്ഷേത്രത്തിൻ്റെ അടുത്താണോ വീട് എന്ന്. യെസ്, ആ അമ്പലമാണിത്. അമ്പലത്തിൻ്റെ പേര് വന്നിട്ട് തലപ്പെരുമണ്ണ ലക്ഷ്മി നരസിംഹ ക്ഷേത്രമാണ് കേട്ടോ. അമ്പലം നല്ലൊരു വൈബാണ് കേട്ടോ, ഭയങ്കര പോസിറ്റീവ് വൈബാണ് അമ്പലത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്പൂതിരിയുടെ വൈഫാണ് എഴുതിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ എഴുതിച്ചതെന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളിത് എഴുതിക്കാനിരിക്കുകയാണ് കേട്ടോ. നമ്മളെ തുമ്പമ്മേനെ എഴുത്തിനിരുത്തിയത് നമ്മുടെ രൂപേഷ് നമ്പൂതിരിയും വൈഫുമാണ്. അപ്പോൾ രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ അന്ന് വീഡിയോ കണ്ടപ്പോൾ ആരൊക്കെയോ കമൻറ്റിലൊക്കെ ഇട്ടുണ്ടായിരുന്നു അല്ലേ, ഇവർ പഠിപ്പിച്ച കുട്ടികളാന്ന് തോന്നുന്നു. പിന്നെ അവിടെ നാട്ടിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മളെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ തലേന്ന് തന്നെ ചെന്നപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പോലും നമ്മളെ അറിയുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഇത് അച്ഛനും ഒക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വൈശാട്ടൻ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ. അങ്ങനെ തുമ്പമ്മേ നമ്മൾ എഴുത്തിനിരുത്താൻ പോവാണ്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. സരസ്വതീ മഹാഭാഗേ വിദ്യേ കമലലോചനെ യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യാ ദേവീ സർവഭൂതേഷു പൈസ അമ്മേനേട്ടാ, അമ്മ പിടിക്കാം. അമ്മ പറയൂ, അമ്മ പറയണല്ലേ.
കൽക്കണ്ടതല്ലേ വേണോ അമ്മാന്ന് പറഞ്ഞറിയോ അമ്മ പറയും ഇതെല്ലാവർക്കും കൊടുക്കട്ടെ തുമ്പീനേതാ തുമ്പിക്ക് പറഞ്ഞിട്ട് എല്ലാരും മധുരം മധുരം മധുരല്ലേ മധുരം എടുക്കത്തെയാണല്ലോ അമ്മ പിടിക്കാം പച്ചണ്ടി കൊടുക്കേ നമുക്ക് അമ്മയ്ക്ക് ഇടാൻ ഇത് പൈസ പിടിക്കും ഇതൊന്നും ഉണ്ടാക്കി ഭയങ്കര വർത്താനാണ് ഒരു മിണ്ടാട്ടം ഇല്ലേ ഇഷ്ടം കണ്ടിട്ട് ആൾക്കാരെ കണ്ടിട്ടാണ് ഞങ്ങൾ പറ്റുന്നത് ഇതൊക്കെ ഇട്ട് നിങ്ങൾ കയറി പോയോ എന്നൊരു പിടി അരി എടുക്കണം ലേശം എടുക്കണം ഒരു പിടി എന്ന് എടുക്കണം ആ സമയത്ത് പായസം വെച്ചെടുക്കാൻ ആ തിരുമധുരത്തിനോട് എന്തൊന്നും പറയാൻ അങ്ങനെ ഇതാ നമ്മൾ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങളൊക്കെ എടുക്കാനുള്ള പണികളിലാണ് കേട്ടോ. ഇപ്പം അച്ഛനും വൈശാട്ടനൊക്കെ ആയിരുന്നു എടുത്തു കൊടുക്കാനുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മലയാള മനോരമയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്രയോ ഒരു ടൈം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ചപ്പോൾ. അപ്പോൾ അധികം ലേറ്റ് ആവരുതല്ലോ, നമ്മൾ എഴുത്തുന്ന കാര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അല്ലുട്ടൻ്റെ ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലുട്ടനാണെങ്കിൽ ബുക്ക് വെച്ച് അന്ന് തൊട്ടിട്ട് എനിക്ക് പഠിക്കണേ, എനിക്ക് എഴുതണേ, എന്നിട്ട് കുട്ടി എവിടെ നിന്നൊക്കെ ആ പെന്നും പേപ്പറും കണ്ടുപിടിച്ച് എഴുതണമെന്നറിയോ. അപ്പോൾ ഓനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേനോ, നിങ്ങൾ ഇല്ലേനോ, ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു. അയ്യോ എനിക്ക് പഠിക്കണമല്ലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയി, അയ്യോ ദൈവമേ ഞാൻ വായിച്ചു പോയല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മക്കളും. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്കും ഫീൽ ചെയ്തില്ല. അല്ലുട്ടനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓനാണ് ഇങ്ങനെ പറയണ്ടേ, അയ്യോ എൻ്റെ ബുക്കൊന്ന് തരുമോ, എനിക്ക് പഠിക്കണം എന്ന്. നമ്മളെ കണക്കപ്പിള്ള അശ്വിനിയായിരുന്നു കേട്ടോ. അതായത് ഓളാണ് ഈ ബുക്ക് വാങ്ങിച്ച ആൾക്കാരതൊക്കെ ടിക്കിടാനും നോക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓളങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഓൾക്ക് അറിയാം, ഓൾ എന്തെടുത്ത് കഴിഞ്ഞാൽ ഓൾക്ക് ലാസ്റ്റ് ട്രോളായിട്ടേ വരുമെന്ന് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്ക് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണം അറിയാത്തതുകൊണ്ടാണ് അവളുടെ മുഖം നിങ്ങൾ കാണാൻ, അല്ലെ 2 കൈയും വെച്ച് ഓൾ മുഖം മറച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ട് കണ്ടോ, കള്ളലക്ഷണം കണ്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓൾ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഓളെ റേഡ് പിടിച്ച അശ്വിനി എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ റേഡ് പിടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കണ്ടില്ല, മുഖമൊക്കെ അങ്ങനെ പിടിച്ച് അങ്ങനെ പൊത്തി വെച്ചൊരു സിനിമയിലൊക്കെ കാണില്ലേ, ഇതുപോലെയാണ് ഞാൻ അവൾ പറയാറ്. അതുപോലെ തന്നെയാണ് ഓൾ എല്ലാ വീഡിയോ നോക്കിയോണ്ടി ഓളെ വീഡിയോ എടുക്കുന്ന കണ്ട അപ്പോൾ മുഖം പൊത്തും. അപ്പോൾ അത് അല്ലുട്ടൻ ആ ബുക്കിൻ്റെ മുകളിൽ കമന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. ഓൻ്റെ ബുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവന് പഠിക്കാനെന്നുള്ളതുകൊണ്ടേക്കും കുട്ടി ഇത്രയ്ക്കും ശുഷ്കാന്തിയിൽ അവിടെ തന്നെ പോയിരിക്കുന്നത്. അല്ലു മാത്രമല്ല, അവിടെ 2 തെങ്ങും തൈ കണ്ടോ, തുമ്പിയുടെ തലയാണ് കേട്ടോ. അങ്ങനെ ഇതാ 2 പേരും അവിടെ തന്നെ ഇരുന്നിട്ട് നന്നായി കുത്തി മറിയുന്നുണ്ട്. ഇനി ഇവരെയും കൂട്ടി വേഗം വീട്ടിൽ പോട്ടെ, ഇവർക്ക് കഞ്ഞി കൊടുക്കണം. ഞങ്ങൾ രാവിലെ കഞ്ഞികളാണ് ഗൈസ്. കാരണം തുമ്പിക്ക് അല്ലുട്ടണെങ്കിൽ ശീലമൊക്കെ കഞ്ഞിന്ന് അതിന് പറയാൻ പറ്റില്ല, ചൊറിഞ്ഞിന്ന് വേണം പറയാൻ. ചോറിൽ വെള്ളം ഉണ്ടാവില്ല, കഞ്ഞിയിൽ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. കഞ്ഞീൻ്റെ അരി വെച്ചിട്ട് ചോറ് പോലെ കട്ടിയിലാണ് ഞാൻ രാവിലെ കൊടുക്കാറ്. പക്ഷേ തുമ്പിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലുട്ടനാണ് അത് എപ്പോഴും കഴിക്കാറ് കേട്ടോ. ഇനി മാറ്റിയെടുക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് ഒരു കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. യേശുമോൾ ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഏട്ടൻ്റെ ബുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ടെ. അതിൽ സ്ലൈറ്റ് വെച്ച മഹാനാണ് എൻ്റെ കെട്ടിയോൻ.
അതിപ്പോ നാട്ടുകാർ വെറുതെ അതിനകത്ത് എഴുതിണ്ടല്ലോ എഴുതാത്തൊന്നല്ല അതല്ല സ്ലൈറ്റിൽ എഴുതിയ നോക്ക് എന്താ ചെയ്യും അതൊക്കെ കൊണ്ടാ മോനെ അതൊന്ന് സ്ലൈറ്റ് ഒന്ന് കാണിച്ചിട്ടോ ചിലത് പിടിക്കും അത് വിടും അതൊക്കെ എടുത്തോളൂ ഇതാ ഗൈസ് സ്ലൈറ്റിൽ മോൻ എഴുതിയത് ഭാവിയുണ്ട് ഇതെന്താ മോളെ അല്ല ഇവിടെ എഴുതിച്ചോ ഓ എത്ര നേരം തുടങ്ങിയ 6:30 ആ അല്ല വായിക്കൂ ആ ബുക്ക് തുറന്ന് വായിക്കാം ഓരങ്ങോട്ട് പോയി ചെറിയ ചെറുമ്മക്കേടെ രണ്ട് മക്കളാട് അയ്യോ കോഴിക്കോട് കൊണ്ടോണ്ടേ അപ്പൊ പോണം നമ്മള് പോകൂലേ പുതിയ പട്ടുപാടിട്ടിട്ട് ചെറിയ ചെറിയ സമയം പക്ഷേ വേഗം പോണം ഉച്ചയ്ക്ക് പോയിക്കോളേ അടുത്തതായി നമ്മൾ പോകുന്നത് ഇവർക്ക് കഞ്ഞി കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ. അതൊരു 1:30 ഞാൻ അപ്പൊക്കെ വിചാരിക്കാറുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ദൈവത്തിൻ്റെ പേരിട്ട് എനിക്ക് പുണ്യെങ്കിലും കിട്ടിയിരുന്നു. കാരണം ഓരോ സ്പൂൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പേര് വിളിക്കണം. അല്ലോ തുമ്പി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ഇളയമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുതരികയാണ് കേട്ടോ. ആ ചായയും കൂടെ കുടിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് നേരെ നിന്നത്. സത്യം പറഞ്ഞാൽ വിശന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാകുമ്പോളെ വിദ്യ ചേച്ചി മക്കളും ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇതാരാന്നറിയോ? എൻ്റെ നാത്തൂനാണ് കേട്ടോ. വിദ്യ ചേച്ചി ദിസ് നാത്തൂൻ. നാത്തൂൻ കറുത്തിട്ടാണല്ലോ മൂത്ത നാത്തൂന്ന് പറയണോ? എന്തടേ മോളെ നോക്കാം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇത് പാച്ചുവച്ചൻ്റെ അനിയത്തിയാണ് ഈശ്വരി ചെറിയമ്മയ്ക്ക് 2 മക്കളാണ്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട വിദ്യേച്ചി, ഒന്ന് നിത്തുവിന് ആണ്ടിൽ ശങ്കരാന്തിക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെറിയച്ചൻ പോവാണ്. ആരാണേട്ടാ? ഹായ്. ഇനി ആരും എൻ്റെ ചിരീനെ ട്രോൾ ചെയ്ത് വരരുതിട്ടോ. എനിക്കങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാനാണ് ഇഷ്ടം. ഞാൻ ക്ലാന്ന് വർത്താൻ പറയും, ക്ലാന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഓരെല്ലാവരും കൂടെ ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണം ഇവരൊക്കെ റെഡി ആക്കിയിട്ട് വേണം അടുത്ത തട്ടകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വേഗം ചായ കുടിക്കാനൊക്കെ ഇരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം അത് വേഗം കഴിക്കട്ടെ, എന്നിട്ട് വേണം പോവാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ തുമ്പമ്മയും ട്വിന്നിങ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ തിരിച്ച് വന്നിട്ടും ചെറിയൊരു പ്രഹസനം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഉഷമ്മയുടെ സാരി കട്ട് ചെയ്തിട്ട് ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. രജിതേച്ചിയാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത് കേട്ടോ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീടിനടുത്തുള്ള രജിതേച്ചിയാണ്. അപ്പോൾ ഏച്ചിയുടെ അടുത്തുനിന്ന് സ്റ്റിച്ച് ചെയ്താൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് വേറെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ എല്ലാത്തിനും എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, എന്നാലും ഞാൻ എന്ത് സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിലും അവിടേക്ക് പോവുക. കല്യാണി അതെ കേട്ടോ, എൻ്റെ കൂടി ഓളും ആടുന്നാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യിക്കാറ്. മമ്മി എന്ത് കോപ്രായം കാണിക്കുന്നു അതൊക്കെ എൻ്റെ തുമ്പമോളും കാണിച്ചോളൂ കേട്ടോ. അതുകൊണ്ടൊരു സമാധാനമാണ്. ഒന്നും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് അതുപോലെ അവൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ റെഡ് കളർ ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒന്നും ചെയ്തില്ലായിരുന്നു. മുമ്പ് റീനമ്മയുടെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു. ആ ഗ്രീൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കോംബോ. അതും രജിതേച്ചിനെയാണ് സ്റ്റിച്ച് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അതുപോലത്തെ മോഡൽ അയക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, അമ്മയ്ക്കും മോക്കും കൂടെ കോംബോ ചെയ്യണ്ടേ. അപ്പം നിങ്ങളാരെ എങ്ങനെയൊക്കെ ചെയ്യിട്ടോ, സെറ്റാവട്ടെ. അങ്ങനെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാവരും വരണം. അപ്പോൾ അതുവരെ വെറുതെ നിൽക്കുന്ന പരിപാടി നമുക്കില്ല. പിന്നെ അപ്പോൾ കല്യാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ചാണ് കേട്ടോ. തുമ്പിമോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മോഡലിങ്ങിന് നിൽക്കണം കേട്ടോ. കുട്ടി കൈ അങ്ങനെ സ്റ്റൈലിഷായിട്ട് പിടിക്കുന്നതാണ്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും കൂടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഇനി പോട്ടെ, ലേറ്റ് ആയി കഴിഞ്ഞിട്ട് താഴത്തിന് ചീത്തേക്കും. ഓരെല്ലാവരും ഓൾറെഡി റെഡിയാണ്. ഇനി ഞങ്ങൾ ഇറങ്ങാണ്. ഏത് വീഡിയോയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഓൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കട്ടോ. കല്യാണം അയ്യോ എൻ്റെ പൗഡർ ഇത്തിരി കൂടിപ്പോയിട്ടോ, ഇത്തിരി കൂടിപ്പോയിട്ടോ എന്നൊക്കെ ചോദിക്കട്ടോ. പക്ഷെ സെറ്റായിരുന്നു ഒന്ന്. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസ്ഥ അറിയാമല്ലോ. ലൂസ് ടോപ്പും ഒരു പിന്നെ ഫീഡിങ് പില്ലോ. പക്ഷെ ഞാൻ ഫീഡിങ് പില്ലോ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ കല്യാണി പറയും അവൾക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും വേർത്തായിട്ടുള്ള ഐറ്റം അതാണ്. അവൾക്ക് എത്രയോ യൂസ്ഫുള്ളാണ്. സത്യമാണ് കേട്ടോ. അവൾ എവിടെ പോകുമ്പോഴും അതില്ലാണ്ട് പോകാറില്ല. നമ്മൾ ഹേസുമോട് നല്ല ചുണ്ടരിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുമ്പി ചേച്ചിയുടെ എഴുത്തിനിരുത്തുന്നതിന് പോവാണ്.
അപ്പോൾ നമുക്ക് പോവാം. പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കോർണറിലേക്ക് ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടു. അതാണ് ഞങ്ങളെ കോർണർ, ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളെ കോർണർ. ഇപ്പോൾ കുറേ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇനിയുമ്പോൾ ചെറിയ ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ട്. നോക്കുക. അങ്ങനെ നമ്മൾ ഫാമിലി, ടോട്ടൽ ഫാമിലിയൊക്കെ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത്, അശ്വിനി കേട്ടോ വീഡിയോ എടുത്ത് നീനത്. അപ്പോൾ യേശുവിനെ ചിരിപ്പിക്കാൻ വേണ്ടി അമ്മ അപ്പുറത്ത് വയ്ക്കുക ഫോട്ടോയിൽ കിട്ടാണ്ട്. അങ്ങനെ നമ്മളവിടുന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കേണ്ട വെച്ചിട്ട് വേഗം പോവുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉണ്ണിയച്ഛനും റീനമ്മയൊക്കെ ഉണ്ടായേനെ കേട്ടോ ഈ ഒരു ഇതിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും പാടെയാണ് പോണത്. അപ്പം നമുക്ക് ഇറങ്ങാൻ ഗൈസ്. അത്യാവശ്യം ഒരു ഇച്ചിരി സമയമായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഇനി ഇതുപോലെ നിന്നുണ്ടെങ്കിൽ നേരം വൈകുമെന്ന് ഞങ്ങൾക്ക് ഏകദേശം അറിയാമായിരുന്നു. കാരണം അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത്. അട്ടിക്കിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിലും അതൊരു രസമാണ് അല്ലേ. പിന്നെ വല്യമ്മേൻ്റെയും കുട്ടീൻ്റെയും കുഞ്ഞി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അവർ കയറുന്നവരെ. അങ്ങനെ ഇനി അവർ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറണം ഗൈസ്. പക്ഷേ നിങ്ങൾ സ്പെഷ്യലി ഒരാളെ കാണണം. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ചേഞ്ച് ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കണ്ടില്ലേ. ഇത് തെങ്ങ് കയറാൻ പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. കുട്ടീൻ്റെ ഫീഡിങ് പില്ലോയാണ്. അപ്പോൾ ഇതില്ലാതെ കല്യാണി ഒരു വഴിക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ചതാണ്. നമുക്ക് ഉപകാരപ്പെടില്ല, എപ്പോഴാണ് നമുക്ക് ട്രോളാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലേ. അങ്ങനെ കയറിയൊക്കെ കഴിഞ്ഞ് 2 അടി അപ്പുറത്തേക്ക് വായ്പാണ് മനസ്സിലായി ഹവായി ചെരുപ്പിട്ടിട്ടാണ് വന്നത് എന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് ഓളെ ചെരുപ്പ് എടുത്തിട്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹവായി കെട്ട് വന്ന കുട്ടിയുടെ ചെരുപ്പ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് മലയാള മനോരമേൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു 3/4 മണിക്കൂറിന് മുകളിൽ ദൂരം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ പോലെ ചെറിയൊരു ഇത് കേട്ടോ, ഒരു മൂടിക്കെട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു കുഞ്ഞ് ചാറ്റൽ മഴ കിട്ടിയെങ്കിലും അവിടെ എത്തുമ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാള മനോരമേൻ്റെ ഓഫീസിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ആരൊക്കെയോ നമ്മളെ വന്ന് കണ്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെവിടെ പോയാലും ഒരാൾ മിനിമം ഒരാളെങ്കിലും വന്നിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്നതാണെന്നാണ് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അത് ശരിക്കും എനിക്കൊരു പ്രൗഡ് ഫീലാണ്. അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അപ്രതീക്ഷിതമായിട്ട് ഈ വീഡിയോ കിട്ടി കേട്ടോ. ഞങ്ങൾ കയറി ചെന്ന വടുതായി കുട്ടി വന്നിട്ട് നമ്മളെ വീഡിയോ കാണുന്നതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എന്നുവെച്ചാൽ എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവരും അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പോയി റിസപ്ഷനിൽ നമ്മുടെ ടോക്കൺ എത്രയാണെന്നൊക്കെ ഉള്ളത് നോക്കുകയാണ്. പിന്നെ തുമ്പമ്മയുടെ പേരാണെങ്കിലും അത്ര ചെറിയ പേരൊന്നും അല്ലല്ലോ, കുറച്ച് വിജൃംഭിച്ച പേരാണല്ലോ. മൃണാൾ ദിന പാർത്ഥിവ് എന്നാണ് തുമ്പിയുടെ ഫുൾ നെയിം. അതിൽ മൃണാൾ എന്നുള്ളത് ആക്ച്വലി ആ സമയത്താണ് സീതാരാമ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൃണാൾ താക്കൂറില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ മൃണാൾ എന്നിടുന്നത്. പിന്നെ ദിന എൻ്റെ അച്ഛൻ്റെ പേരാണ്, ദിനേശ് എന്നുള്ളതിൻ്റെ ദിനയും. പിന്നെ പാർത്ഥസാരഥിയാണ് അച്ഛൻ്റെ പേര്, അതായത് വൈശാഖൻ്റെ അച്ഛൻ്റെ പേര്. അതുകൊണ്ട് പാർത്ഥിവ്. അങ്ങനെ മൃണാൾ ദിന പാർത്ഥിവ് എന്നാണ് തുമ്പമ്മയുടെ പേരിട്ടത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ യേശുവിൻ്റെ അടുത്ത് നിന്ന് കൊഞ്ചാൻ പോയതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ടോക്കണൊക്കെ എടുത്തു. ഇനി എഴുത്തുന്നിടത്തേക്ക് പോവാണ്. അപ്പോൾ തുമ്പിയുടെ പേര് എല്ലാവരും ചോദിക്കുമ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും മൃണാൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയല്ലേ, അതിലിപ്പോൾ എന്താ ഡൗട്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എവിടെ പോയാലും അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വൻ സെറ്റപ്പെട്ടോ. ഇനി ആരെങ്കിലും എഴുത്തിനെടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും മലയാള മനോരമയിൽ പോയിക്കോളൂ എന്നുള്ളത്. ശരിക്കും നല്ലൊരു കാര്യമാണ്. അവിടെ ഓഡിറ്റോറിയത്തിലാണ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലെജൻസ് ആണ് അവിടെ നമുക്ക് എഴുത്തിനിരുത്താൻ തന്നെ വരുന്നത് കേട്ടോ. തുമ്പമ്മേനെ എഴുത്തിനിരുത്തിയ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ പറയേണ്ടത് കുട്ടികളോട് എങ്ങനെ പെരുമാറണം ആൻഡ് നമ്മളടുത്തൊക്കെ എങ്ങനെ വളരെ വിനയത്തോടുകൂടി സംസാരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു. മുൻ ISRO ഡയറക്ടറായിരുന്ന EK കുട്ടി സാറാണ് തുമ്പിമോളുടെ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രൗഡായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും. ഇത്ര ഉയരത്തിലുള്ളൊരു മനുഷ്യൻ നമ്മളടുത്ത് സംസാരിക്കുന്ന വിനയാണെങ്കിലും കുട്ടികളോട് ഇടപെടുന്നതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അവളെ വാശി പിടിപ്പിച്ചില്ല. അവൾ കയ്യിൽ മിഠായി തന്നിട്ട് കൈ കൊടുക്കുന്നുണ്ടായില്ല എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനുവേണ്ടി സാറ് വെയിറ്റ് ചെയ്തു. അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. 2005 കേട്ടോ അദ്ദേഹം ISRO വിരമിക്കുന്നത്. അതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനും അദ്ദേഹത്തിന് കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയതിനെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആദ്യം തന്നെ കൈ നിറയെ മിഠായി കിട്ടിയപ്പോൾ തുമ്പി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അല്ലുട്ടനും മറന്നില്ല ആവശ്യത്തിന് മിഠായി എടുത്ത് കൈ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 2 കയ്യിൽ മിഠായി ആയപ്പോൾ തുമ്പിക്ക് ആകെ ഒരു ഡൗട്ട്. ഇനിയിപ്പോൾ ഇത് ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു തിന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കാൻ മൂപ്പത്തിക്ക് ഭയങ്കര മടിയായിരുന്നു.
അങ്ങനെ പിന്നെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവസാനം ഒരു കയ്യിലെ മിഠായിയൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അവളൊന്ന് എഴുതാനിരുന്നത്. എഴുതി കഴിഞ്ഞപ്പം എല്ലാം തടി തപ്പുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും രണ്ട് സ്ഥലത്തും വലിയ നമ്മൾ വീട്ടിൽ നിന്ന് വലിയ ഡയലോഗല്ലേ നിങ്ങൾക്കൊക്കെ അറിയാലോ, തുമ്പി വലിയ ഡയലോഗും ഒക്കെ ആയിരുന്നെങ്കിലും അവിടെ നിന്ന് അങ്ങനെയൊന്നും അല്ലേനു കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, സോഷ്യൽ ആങ്സൈറ്റി കാണിച്ചോ എന്നൊരു ഡൗട്ട്. സാധാരണ അങ്ങനെയല്ലേ? അപ്പോൾ എന്തായാലും അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിൽ വലിയ വമ്പനൊക്കെ ആണെങ്കിലും പുറത്ത് അങ്ങനെ നയിക്കൂല. നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയാണെന്ന് പറയേണ്ടി കേട്ടോ. അല്ലൂട്ടൻ പക്ഷെ അങ്ങനെയല്ലേ, അല്ലൂട്ടൻ അങ്ങനെ ഒരു സഭാകമ്പം കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നോക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ എഴുതിക്കാനുള്ള ആൾക്കാരൊക്കെ ഇനി അടുത്ത വർഷത്തെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മലയാള മനോരമ നല്ലൊരു ഓപ്ഷനാണ്, നല്ല അടിപൊളിയാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്, അതുപോലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാലോ ഓവർ ഫീയോ കാര്യങ്ങളോ ഒന്നും അവർ ഈടാക്കുന്നൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഓക്കെ, പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെന്താ, എന്താ പറയുക, എനിക്ക് കുറേ പേരെ മിസ്സ് ചെയ്തു ഈ സമയത്ത്. അമ്മയും അച്ഛനും ആരും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ പിന്നെ ഇതാ ഹേഷുമ ചുറ്റുപാട് നോക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെ വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോയാൽ കുട്ടി പിന്നെ ഒരു എന്താ പറയുക, ടൂർ വന്ന ഫീലാണ്. ഫുള്ളെല്ലോടും അങ്ങനെ നോക്കും. കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവളവിടെ നിർത്തി. മറ്റേ താതകർണൻ തപോവനത്തിൽ എത്തിയില്ലേ ശകുന്തളയും ചോദിക്കില്ലേ, ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ എൻ്റെ കുട്ടി അധികം നേരം അവിടെ നിന്ന് തന്നില്ല എന്ന് മാത്രം. പിന്നെ ഈ സാറ് NIT-യിലൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ഇത് അശ്വിനി എടുത്തു വെച്ച വീഡിയോ ആണ്. അമ്മ എപ്പോഴത് കൊപ്പിച്ചതെന്ന് ഞങ്ങൾ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു ഈ കാഴ്ച. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ അവിടെ പോയി നമ്മൾ ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് റെഡിയാക്കും. നമുക്ക് അവിടെ നിന്ന് ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഇവിടെ ഒരു ബോർഡിൽ പതിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവർക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഒരു ബാഗാണ് കേട്ടോ. ആ ബാഗിൽ ബുക്ക്, പെന്ന്, പെൻസിൽ, സ്ലേറ്റ്, റബ്ബർ റേസർ ഒന്നാണല്ലോ, പിന്നെ ഷാർപ്നർ തുടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഒക്കെ ആയിട്ടുള്ളൊരു ബാഗ്. അപ്പോൾ തുമ്പമ്മയ്ക്ക് ഒരു യൂണിക്കോണിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അല്ലോട്ടൊരു നോട്ടുണ്ട്, അവൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി പെട്ടെന്ന് വന്നിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന കുട്ടികളെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് അവരുടെ കൂടെ ഉള്ള ആളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെടുത്ത് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നപ്പോൾ ഏട്ടനെ ട്രോളാണ് കേട്ടോ. ദുഷ്ടൻ, കിട്ടണതക്കത്തിന് ഇന്നെ എവിടെയാ ട്രോളാണുള്ളത് നോക്കി നടക്കുകയാണ് മൂപ്പര്. അതുകൊണ്ട് എന്താ ഒരാൾക്ക് ഉടായ്പ കളിക്കാൻ പറ്റൂല. അശ്വിനിക്ക് എവിടെ പോയാലും അറിയുന്ന ആൾക്കാരെ കാണാം, വൈശാഖേട്ടൻ എവിടെ പോയാലും അറിയുന്ന ആൾക്കാരെ കാണും. ഇത് മാത്രമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നന്ദിയുള്ള ഒരു സ്നേഹമുള്ളവരാണ്. എന്താ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി ഞാൻ ഏട്ടനെ അവിടെ നിന്ന് കണ്ടിരുന്നു, ചേച്ചി ഞാൻ അശ്വിനീനെ അവിടെ നിന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ എവിടെ പോയാലും ഞാൻ അറിയാം. എന്തിനും അച്ഛൻ വരെ ട്രാപ്ഡാണ്, അച്ഛനും എവിടെ പോയാലും നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങ് പത്തനംതിട്ടയിൽ കിടക്കുന്ന അമ്മയും ഉണ്ണിയച്ഛനും വരെ എവിടെ പോയാലും ഞാനിവിടെ അറിയാറുണ്ട്. ഞാൻ പറയും, അമ്മന്ന് അവിടെ പോയില്ലേ, ഉണ്ണിയച്ഛൻ ഇവിടെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നീ ഇവിടുത്തെ കഥകളൊക്കെ അറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചേട്ടോ. അങ്ങനെ അവിടെ ചായയും ഉണ്ണിയപ്പവും പായസവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്രയോ നേരമായിട്ടും ഫോട്ടോ കിട്ടാത്തപ്പോൾ ഞങ്ങൾ ഓഫീസിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ ഫോട്ടോ കിട്ടിയത് കേട്ടോ. ഫോട്ടോ വന്നിട്ടുണ്ട് ഇതാ ഈ ബോർഡിൽ, കുട്ടി സാറിനത് എഴുതിയ ആൾക്കാരൊക്കെ ഫോട്ടോ അവിടെ ഉണ്ടാവും. അങ്ങനെ ഈ ഫോട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരിക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്കിതാ ഫോട്ടോ കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു ഫോട്ടോ കേട്ടോ. അങ്ങനെ ഇതിനി നമ്മൾ കൊണ്ട് കൊടുത്തു സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മൃണാൾ ദിന പാർത്ഥിവ് ഇത് കുട്ടി ഞാൻ അവിടെയൊക്കെ പോയിരുന്നു. അവിടെ നമ്മളെ അവിടുന്ന് പേരെഴുതുന്ന ആ ചേട്ടൻ പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഓരോ പേര് ചെയ്യുമ്പോൾ ഒറ്റവട്ടം കേട്ടാലൊന്നും എഴുതാൻ പറ്റൂല എന്നിട്ടോ. പക്ഷെ അദ്ദേഹം എഴുതിയ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്ത് ഭംഗിയായിട്ടാണ് എഴുതുന്നത്. മലയാള അക്ഷരങ്ങളൊക്കെ നല്ല ഉരുട്ടി നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പ്രത്യേക സെക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടാൽ ഞാൻ വിടൂല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തെ ഹേസു വോളിയം കൂട്ടാൻ തുടങ്ങി, കാരണം പെണ്ണ് കരയാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഒരു
നിവൃത്തി ഉണ്ടായിരുന്നില്ല, ഓടിപ്പോവേണ്ടി വന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഈ പിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടും ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ കൂടെ ഇപ്പോൾ റെഡ് മയമായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു കണ്ണിൽ അങ്ങോട്ട് കുത്തി പിടിക്കുന്ന പോലെ. പക്ഷേ നല്ല ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വിടാൻ തോന്നൂലല്ലോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. കൂട്ടത്തിൽ ഇതാ ഈ ചതനത്തിന് നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തെ അച്ഛൻ വിളി തുടങ്ങി, മക്കളെ വരുന്നുണ്ടോയെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വേഗം പോകുന്നു. അച്ഛൻ എന്താ ബാഗ് പിടിച്ച് മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി പോകും പോലെ പോവാണ് കേട്ടോ. നല്ല നാട്ടൊക്കെ ഒന്നൊരു വെയിലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയുണ്ട്. പിന്നെ ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ മക്കളേ, മറ്റേ സെലിങ്ങോൻ പറഞ്ഞ എൻ്റെ എല്ലാം പോച്ച് എന്ന് പറയുന്നില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ മാതിരി ചൂടായിരുന്നു കേട്ടോ. പക്ഷേ ആരെങ്കിലും മുഖത്ത് ആ ഭാവം ഉണ്ടോ നോക്കിയാൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാ. അല്ല, എല്ലാത്തിൻ്റെയും മൂട് പൊള്ളി ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇരുന്നു കണ്ട എൻ്റെ മുഖം മാത്രം വിജൃംഭിച്ചിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാം ഇത് അങ്ങനെ ഞങ്ങൾ അട്ടിക്കിട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളിവിടേക്കാണ് പോകണമെന്നല്ലേ നിങ്ങളൊക്കെ ചിലപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, ചന്ദ്രേട്ടൻ്റെ ചായക്കട. അങ്ങനെ അവിടേക്കാണ് നമ്മൾ പോയത്. ഇച്ചിരി ചായ കുടിക്കാമെന്നുള്ള പ്ലാനില്ല. പക്ഷേ നട്ടുച്ചയായതുകൊണ്ട് ഞങ്ങളത് മാറ്റി പിടിച്ചൊരു ചോറിലേക്ക് എത്തിച്ചു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കാമെന്നുള്ള പ്ലാനായപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇളയമ്മ വീട്ടിൽ ചോറുണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ പോയി കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറുന്ന വരെ അച്ഛനും അമ്മയും ചായ കുടിക്കാമെന്നൊക്കെയുള്ള പ്ലാനാണ്. പക്ഷേ അവിടെ എത്തിയപ്പം നൈസായിട്ട് പണി കിട്ടി. ചായയല്ല, നട്ടുച്ചയായതുകൊണ്ട് ചോറേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ചോറിന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ ഇതിന് ഇത്തിരിയുടെ മുന്നേ ആയിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിച്ചത് വർത്താണ്, നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സൈഡ് സാധനങ്ങളൊക്കെ വന്നതാണ് ഏറ്റവും വലിയ കോമഡി ഉണ്ടായത്. നമ്മൾ ആക്രാന്തം നാട്ടിൽ മൊത്തം അറിഞ്ഞു എന്നർത്ഥം. പിന്നെ എന്തായിരുന്നു, പായസമൊക്കെ ഞങ്ങൾ കഴിച്ച് കൈ കഴിഞ്ഞതിന് ശേഷം പായസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും കഴിച്ച സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു. കുറേ റീൽസൊക്കെ നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും അല്ലേ. ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിന്നിട്ടോ, ഈശ്വര ഇവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വരും എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അത്രയും തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വേഗം വന്ന് വർത്താനം പറയും. ചില ആൾക്കാർ അപ്പുറത്തുനിന്ന് മാറുന്നത് അവരതല്ലേ അതല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ എവിടെ നിന്ന് കണ്ടാലും എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചോളൂ. എന്നെ കണ്ടാൽ ഒരു വൃത്തികെട്ട സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വർത്താനം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. പൊതുവേ എന്നെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കാരണം കണ്ടാൽ ഭയങ്കര ജാടയെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് സത്യമായിട്ട് ജാടയില്ല ഗൈസ്. പിന്നെ ഇതാ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ക്യാമറ അങ്ങോട്ട് ഓൺ ആകുമ്പോൾ ഈ പൊട്ടത്തി എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും. അത് ഞാൻ ക്യാമറയെ പകർത്തുകയും ചെയ്യും. അപ്പോൾ ഓളെന്നെ പറയും, ഇൻ്റെ അമ്മോ ഞാൻ എന്ത് കാണിച്ചാൽ ഈ ചേച്ചി എടുക്കുമല്ലോ എന്ന്. പിന്നെ എല്ലാവരും നമ്മൾ എന്താക്കാനാലേ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തെ ഹേസുവിൻ്റെ മൂടൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. അത്യാവശ്യം നല്ലോണം ചൂടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ആളൊരാളൊരാളങ്ങ് മാറ്റി പിടിച്ച് ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റ് ആയില്ലാണ് കേട്ടോ. കണ്ടോ, ഇവർക്ക് എന്തോ തകരാറുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചില സമയം തോന്നാറുണ്ട്, പക്ഷെ ഞാനതങ്ങനെ പറയാറില്ല, കാരണം കുട്ടിക്ക് വിഷമാവേ. കണ്ടോ, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് എൻ്റെ ക്യാമറയെ നോക്കിയാൽ കഴിഞ്ഞ്. കണ്ടോ, ഇങ്ങനെയാണ് അവൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ചോറെത്തി കാര്യത്തിൽ നിന്ന് വഴുതി പോകുന്നു നമ്മൾ. അവളെ കാണുമ്പോൾ അങ്ങനെയാണ് ഞാൻ. ഓക്കെ, പച്ചക്കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. പപ്പടത്തിനൊക്കെ വേണ്ടി ഞാൻ അല്ലൂസും കൂടെ അടിച്ച് കച്ചറിയായിരുന്നു കേട്ടോ. അല്ലൂസ് ഇന്ത്യ വൈശാട്ടിനെ നടക്കായിരുന്നു. അപ്പോൾ കൈയിട്ട് വരലായിരുന്നു മൂപ്പര മെയിൻ പരിപാടി. എന്നാലോ അധികം തിന്നേയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തു. അങ്ങനെ ഓവർ പിഴിയുന്ന ബില്ലോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരികയാണ് ഗൈസ്. എവിടുന്നോ ഒരു എരിക്കിൻ്റെ തയ്യും പിടിച്ചിട്ടാണ് മമ്മി വരുന്നത്. എവിടെയെങ്കിലും പോയാലും ഏതൊരു കോലോ ഒരു ഇലയെടുത്തില്ല ഞങ്ങൾ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് കൊണ്ടത് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു കേട്ടോ. എവിടെയും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് കുറച്ച് ഹോൾ വീഡിയോസ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തുമ്മമ്മയ്ക്ക് നന്നായി പഠിക്കാനും ബുദ്ധിയും വിവരം വരാൻ വേണ്ടിയിട്ടും എന്നെപ്പോലെ വേണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ നന്നായി പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി നമ്മളൊരു Q&A ചെയ്യാനുണ്ട് അല്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ Q&A എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചോളൂ. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.